അങ്ങനെ UDF 77 സീറ്റ് കിട്ടുന്നു, LDF 63. ഈ വൻ ഭൂരിപക്ഷമൊന്നുമില്ല. LDF പല പ്രമുഖരും തോറ്റു. CPI നേതാക്കളായ PK വാസുദേവൻ നായർ, PS ശ്രീനിവാസൻ ഇവരൊക്കെ തോറ്റു. PVS ശ്രീനിവാസനെ അറിയപ്പെട്ടിരുന്നത് കേരള ടൂറിസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത് PS ശ്രീനിവാസൻ ആണ് കേരള ടൂറിസത്തിൻ്റെ പിതാവ്. അങ്ങനെ കരുണാകരൻ പരാജയഭീതി കാരണം 2 ഇടത്ത് മത്സരിച്ചു. തൃശ്ശൂരെ മാളയിലും തിരുവനന്തപുരത്തെ നേമത്തും 2 ഇടത്തും പുള്ളി ജയിച്ചു. ഓക്കെ. K കരുണാകരൻ്റെ ശിഷ്യൻ ഹരിപ്പാട്ട് നിന്നും ആര്? രമേശ് ചെന്നിത്തല അസംബ്ലിയിലെത്തി. ഓക്കെ. ആര്യാടൻ മുഹമ്മദ് സീറ്റ് ഏതാണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നിലമ്പൂർ LA ഹരിദാസിനെ മാറ്റി MLA ആയതാണ്. ആര്യാടൻ മുഹമ്മദ് അവിടെ തോറ്റു. ഓക്കെ. ആര്യാടൻ മുഹമ്മദ് UDF ആന്റണിയോട് മാറിയിരുന്നു. ആര്യാടൻ മുഹമ്മദ് അവിടെ തോറ്റു. മലപ്പുറത്തെ DCC പ്രസിഡൻ്റായിരുന്ന TK ഹംസ UDF സീറ്റ് കൊടുത്തില്ല. പുള്ളി സ്വതന്ത്രനായി മത്സരിച്ചു. ആരുടെ പിന്തുണയോടെ? ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ പുള്ളി സ്വതന്ത്രനായി മത്സരിച്ചു. അദ്ദേഹം വിജയിച്ചു. ഇപ്പോൾ TK ഹംസ ജയിച്ചത് നിലമ്പൂരാണ്. TK ഹംസയാണ് ആര്യാടൻ മുഹമ്മദിനെ തോൽപ്പിക്കുന്നത്. അങ്ങനെ കോൺഗ്രസിൻ്റെ മന്ത്രിസഭ വരുന്നു. അതൊരു ജംബോ മന്ത്രിസഭയാണ്. അങ്ങനെ 1982 ഇലക്ഷന് കഴിഞ്ഞ് മെയ് 24 കോൺഗ്രസ്സിലെ എന്ത് മന്ത്രിസഭ ഉണ്ടാകുന്നു? ഒരു ജംബോ മന്ത്രിസഭ ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ 10 കക്ഷികളാണ് ഈ മുന്നണിയിലുള്ളത്. കരുണാകരൻ മുഖ്യമന്ത്രിയായി. പുള്ളി ഉപമുഖ്യമന്ത്രിയായിട്ട് ആരെയാക്കി? മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉപമുഖ്യമന്ത്രിയായ ഒരു വ്യക്തിയേ ഉള്ളൂ. അതാരാണ്? മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉപമുഖ്യമന്ത്രിയായ ഒരു വ്യക്തിയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഗ്രാഹ്യവും ഇല്ലെന്നുള്ളതാണ്. AK ആന്റണി ഉപമുഖ്യമന്ത്രിയായ 3 വ്യക്തികളുടെ പേര് പറയൂ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഉപമുഖ്യമന്ത്രിയായ 3 വ്യക്തികളുടെ പേര്. R ശങ്കർ, CH മുഹമ്മദ് കോയ, പിന്നെ എനിക്കറിയത്തില്ല. അബുഖാദർ കുട്ടി നഖയാണ്. ഓക്കെ. അബുഖാദർ കുട്ടി നഖയാണ്. അതിലെ CH മുഹമ്മദ് കോയായിരിക്കും. CH മുഹമ്മദ് കോയയാണ് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉപമുഖ്യമന്ത്രി ആയ വ്യക്തി CH മുഹമ്മദ് കോയയാണ്. അത് കഴിഞ്ഞിട്ട് CH മുഹമ്മദ് കോയ അങ്ങനെ ഉപമുഖ്യമന്ത്രിയായി. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ നിയമസഭയിൽ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ്. K കരുണാകരൻ മുഖ്യമന്ത്രിയാകുന്നത് ഇതിപ്പോൾ 3ാമത്തെ തവണയാണ്. അധികാരത്തിലേറി ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോൾ മറൈൻ ഡ്രൈവിൽ വെച്ച് AK ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് S വിഭാഗമല്ല, AK ആൻ്റണിയുടെ നേതൃത്വം. കോൺഗ്രസ് S എന്ന് പറഞ്ഞാൽ ഇപ്പം PC ചാക്കോയുടെ ഗ്രൂപ്പാണ്. AK ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം നിരുപാധികം ഇന്ദിരാ കോൺഗ്രസുമായി ചേർന്ന് ലയനം സംഭവിക്കുന്നു. അതിന് പറയുന്നത് ലയനമാണ്. അങ്ങനെ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയി മാറുന്നു. ലയനം നടന്നു. 1983 മുഹമ്മദ് കോയ നിര്യാതനാകുന്നു. അതോടെ പകരം വന്നത് മുസ്ലിം ലീഗിൽ നിന്ന് മറ്റൊരു വ്യക്തിയാണ് ഉപമുഖ്യമന്ത്രി. ആര്? അബുഖാദർ കുട്ടി നഖ വരുന്നു. ഈ സമയത്താണ് ദേശീയ തലത്തിൽ പഞ്ചാബിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതിന് അകാലിദൾ പ്രശ്നമാണ് നടക്കുന്നത്. ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാല. എന്തുവാ? ഭിന്ദ്രൻവാല എന്നെങ്കിലും പഠിക്കണം. ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ ഖാലിസ്ഥാന് വേണ്ടി വാദിക്കുന്ന ഒരു ഗ്രൂപ്പ്. അവർ ആക്രമണങ്ങൾ നടത്തി. പഞ്ചാബിൽ പ്രശ്നം രൂക്ഷമായി. ഒടുവിൽ ഭിന്ദ്രൻവാല സുവർണ ക്ഷേത്രത്തിൽ കയറി പിടിച്ചടക്കി. സുവർണ ക്ഷേത്രം പിടിച്ചടക്കിയതുപോലെയായി. അവിടെ കയറി ഇരുന്നു. ഒടുക്കം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ഇന്ദിരാഗാന്ധി ഉത്തരവിടുകയും ഒടുവിൽ അതിൽ ഭിന്ദ്രൻവാല കൊല്ലപ്പെടുകയും ചെയ്തു. ഇത് സിഖ് ജനതയെ
ഇന്ദിരാഗാന്ധിക്കെതിരെയാക്കുകയും ഇന്ദിരാഗാന്ധി തൻ്റെ അംഗരക്ഷകരാൽ അവരുടെ പേരെന്താണ്? അറിയില്ല. സ്വത്വം സിംഗും ബിർ സിംഗുമാണ്. സ്വത്വം സിംഗിൻ്റെയും ബിർ സിംഗിൻ്റെയും വെടിയുണ്ടകളാൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഡൽഹിയിൽ സിഖ് കൂട്ടക്കൊല നടക്കുകയും വളരെ പ്രശസ്തമായ ജഗദീഷ് ടൈറ്റ്ലറുടെ പ്രസ്താവന വൻമരങ്ങൾ വീഴുമ്പോൾ സ്വാഭാവികമായും ഭൂമി കുലുങ്ങും എന്നുള്ള വിവാദ പ്രസ്താവനയൊക്കെ ഇതിനെ തുടർന്നാണ് നടക്കുന്നത്. അപ്പോൾ ഡൽഹിയിലെ സിഖ് കൂട്ടക്കൊല നടക്കുകയാണ് ഇന്ദിരാഗാന്ധിയുടെ മതത്തിനെ തുടർന്ന്. അപ്പോഴാണ് ജഗദീഷ് ടൈറ്റ്ലർ പറയുന്ന വൻമരങ്ങൾ വീഴുമ്പോൾ ഭൂകമ്പം ഉണ്ടാകുന്നത് സ്വാഭാവികം എന്ന് പറയുന്നത്. ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഒരു വലിയ സഹതാപ തരംഗം അടിക്കുന്നു. 404 സീറ്റ് നേടി കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു. ഇവിടെ കേരളത്തിൽ ശബരിമലയ്ക്ക് സമീപമുള്ള നിലയ്ക്കൽ അവിടെ ഒരു കുരിശ് പ്രത്യക്ഷമാകും. ആരോ കൊണ്ട് നാട്ടുന്നതായിരിക്കും. കുരിശ് പ്രത്യക്ഷമാകുന്നു. അതിൻ്റെ പേരിൽ വർഗീയ ചേരിതിരിവുണ്ടാകും. ഓക്കെ. അപ്പോൾ ആ ഒരു സംഭവത്തിലാണ് ഇന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു BJPയുടെ ഉന്നതനായ നേതാവ് കുമ്മനം രാജശേഖരൻ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നത്. പുള്ളിയായിരുന്നു കുരിശ് വന്നു. അപ്പം ശബരിമലയിൽ അത് സ്വാഭാവികമായിട്ടും ആൻറ്റി ക്രിസ്ത്യൻ പ്രസ്താവനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഒടുവിൽ കുരിശ് പള്ളി മറ്റൊരു സ്ഥലത്ത് മാറ്റി സ്ഥാപിക്കുന്നു. ഓക്കെ. രാജീവ് ഗാന്ധി 404 സീറ്റ് കിട്ടുന്നതോടെ പ്രധാനമന്ത്രിയാകുന്നു. കേരള നിയമസഭാ സ്പീക്കറായിരുന്ന വക്കം പുരുഷോത്തമൻ ആലപ്പുഴയിൽ നിന്നും MP ആയി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും. അപ്പം വക്കം പുരുഷോത്തമൻ MP ആയിട്ട് പോയി. പകരം ആ ഒഴിവിൽ ആലപ്പുഴയിൽ നിന്നും ജയിച്ചു വരുന്നത് VM സുധീരനാണ്. പുള്ളി നിയമസഭാ സ്പീക്കറാകും. ഈ VM സുധീരനും K കരുണാകരനും തമ്മിൽ നിരന്തരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അത് ആ മന്ത്രിസഭയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അതിങ്ങനെ വഷളായിക്കൊണ്ടേയിരുന്നു. ആരുടെ കാര്യം പറഞ്ഞ ആരായിരുന്നു സ്പീക്കർ? VM സുധീരൻ കോൺഗ്രസ് പക്ഷത്താണ്. എന്നിട്ടും കരുണാകരന് വേണ്ട അഭിപ്രായ വ്യത്യാസം. അതെ.